ജയ് സീതാറാം. എല്ലാ ബന്ധുക്കൾക്കും പുണ്യഭൂമി ടിവിയിലേക്ക് സ്വാഗതം. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ഭൗതികശാസ്ത്രപരമായ വ്യാഖ്യാനം, സയന്റിഫിക് ഇന്റർപ്രിട്ടേഷൻ. നിങ്ങൾ നൽകിയിട്ടുള്ള ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന വേദവാക്യത്തിന്റെ ഭൗതികശാസ്ത്രപരമായ ഫിസിക്സ് വ്യാഖ്യാനം അടിസ്ഥാനപരമായി ശരിയാണ്. കൂടാതെ ആധുനിക ഭൗതികശാസ്ത്രത്തിലെ പ്രധാന ആശയങ്ങളുമായി ഇത് ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സത്യം ഒന്നാണ്. ജ്ഞാനികൾ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു എന്ന ഈ വാക്യം പ്രപഞ്ചത്തിന്റെ ഏകത്വത്തെയും യൂണിറ്റി അതിന്റെ വിവിധ രൂപങ്ങളിലുള്ള പ്രകടനത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾക്ക് അടിത്തറ നൽകുന്നു. 1. പ്രപഞ്ചം ഏക ഊർജ്ജക്ഷേത്രം, വൺ യൂണിവേഴ്സൽ എനർജി ഫീൽഡ്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഭൗതികശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ഇതാണ്. ഏകം സത്, ദ വൺ റിയാലിറ്റി. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ദ്രവ്യം, ഊർജ്ജം, ശക്തികൾ അടിസ്ഥാനം ഒരൊറ്റ അന്തർലീനമായ ഊർജ്ജക്ഷേത്രമാണ്, അണ്ടർലൈയിങ് എനർജി ഫീൽഡ്. ക്വാണ്ടം ഫീൽഡ് തിയറി. ക്വാണ്ടം ഫീൽഡ് തിയറി QFT. ക്വാണ്ടം ഭൗതികശാസ്ത്രമനുസരിച്ച് പ്രപഞ്ചം ക്വാണ്ടം ഫീൽഡുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇലക്ട്രോണുകൾ, ഫോട്ടോണുകൾ, ക്വാർക്കുകൾ തുടങ്ങിയ കണികകൾ. ഈ ഒറ്റ ഫീൽഡുണ്ടാകുന്ന ഊർജ്ജത്തിന്റെ തരംഗരൂപങ്ങളോ വൈബ്രേഷൻസ്, എക്സൈറ്റേഷൻസ് അല്ലെങ്കിൽ കെട്ടുകളോ ക്വാണ്ടം മാത്രമാണ്. വിപ്രാ ബഹുധാ വദന്തി, ദ വൈസ് കോൾ ഇറ്റ് ബൈ മെനി നെയിംസ്. ഈ അടിസ്ഥാന ഊർജ്ജത്തിന്റെ വിവിധതരം തരംഗദൈർഘ്യങ്ങളും വേവ്ലെങ്സ്, ഊർജ്ജനിലകളും എനർജി ലെവൽസാണ് നമുക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റം, പ്ലാനറ്റ്, സ്റ്റാർ എന്നിങ്ങനെ വ്യത്യസ്ത വസ്തുക്കളായി അനുഭവപ്പെടുന്നത്. ഒരേ ഊർജ്ജത്തെയാണ് ശാസ്ത്രജ്ഞർ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, ഹിഗ്സ് ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നിങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നത്. 2. ഐൻസ്റ്റീന്റെ E=mc². 2. ദ്രവ്യവും ഊർജ്ജവും ഒന്നാണ്. ഐൻസ്റ്റീന്റെ വിഖ്യാതമായ സമവാക്യം ഈ ഏകത്വത്തിന്റെ സ്ഥൂലമായ മാക്രോസ്കോപ്പിക് ഒരു സ്ഥിരീകരണമാണ്. E=mc². E എനർജി, ഊർജ്ജം. M മാസ്, മാറ്റർ, ദ്രവ്യം. വ്യാഖ്യാനം: ദ്രവ്യവും ഊർജ്ജവും മാറ്റർ ആൻഡ് എനർജി രണ്ടല്ല, ഒരേ യാഥാർത്ഥ്യത്തിന്റെ പരസ്പരം മാറാവുന്ന ഇന്റർകൺവേർട്ടിബിൾ രണ്ട് രൂപങ്ങളാണ്. ദ്രവ്യം തീവ്രമായ രൂപത്തിലുള്ള ഊർജ്ജമാണ്. ഏകം സത്, ദ്രവ്യമോ ഊർജ്ജമോ ആകട്ടെ, അതിന്റെ എല്ലാം അടിസ്ഥാനം ഒന്നുതന്നെ, ബഹുധാ വദന്തി. അതിനെ നാം മാസ്, എനർജി, റേഡിയേഷൻ എന്നൊക്കെ പല പേരുകളിൽ വിളിക്കുന്നു. 3. ഏകീകൃത ക്ഷേത്ര സിദ്ധാന്തം, യൂണിഫൈഡ് ഫീൽഡ് തിയറി. ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ പരമമായ ലക്ഷ്യം ഈ വേദവാക്യത്തിന്റെ ശാസ്ത്രീയ രൂപമാണ്. 4 അടിസ്ഥാന ശക്തികൾ: പ്രകൃതിയിൽ നിലവിലുള്ള ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി, വൈദ്യുതകാന്തിക ശക്തി, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ശക്തമായ ന്യൂക്ലിയർ ശക്തി, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദുർബലമായ ന്യൂക്ലിയർ ശക്തി, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നിങ്ങനെ 4 അടിസ്ഥാന ശക്തികളുണ്ട്. ഏകം സത്. ഈ 4 ശക്തികളും യഥാർത്ഥത്തിൽ ഒരൊറ്റ ശക്തിയുടെ വൺ ഫണ്ടമെന്റൽ ഫോഴ്സ്, താഴ്ന്ന ഊർജ്ജനിലകളിലുള്ള വ്യത്യസ്ത പ്രകടനങ്ങൾ മാത്രമാണോ? യൂണിഫൈഡ് ഫീൽഡ് തിയറി. എല്ലാ ശക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരൊറ്റ സമവാക്യം, സിംഗിൾ ഇക്വേഷൻ കണ്ടെത്താനുള്ള ശാസ്ത്രജ്ഞരുടെ ശ്രമമാണ് ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി, ജെറ്റ് അഥവാ തിയറി ഓഫ് എവറിത്തിങ്, TOE. ഇലക്ട്രോമാഗ്നറ്റിക്, സ്ട്രോങ്, വീക്ക് ഫോഴ്സസ് എന്നിവയെ ഏകീകരിക്കുന്നതിൽ ഭൗതികശാസ്ത്രം ഭാഗികമായി വിജയിച്ചിട്ടുണ്ട്. ഇലക്ട്രോവീക്ക് യൂണിഫിക്കേഷൻ, ഗ്രാൻഡ് യൂണിഫിക്കേഷൻ. ഗുരുത്വാകർഷണത്തെക്കൂടി ഇതിൽ ചേർക്കാനുള്ള ശ്രമമാണ് ക്വാണ്ടം ഗ്രാവിറ്റി സിദ്ധാന്തങ്ങൾ. ഉദാഹരണത്തിന് സ്ട്രിംഗ് തിയറി. സമറി: എല്ലാ ശക്തികളും ഊർജ്ജങ്ങളും ദ്രവ്യവും ഒരൊറ്റ അടിസ്ഥാന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന ആശയം ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നതിന്റെ ശുദ്ധമായ ശാസ്ത്രീയ പ്രതിധ്വനിയാണ്. സംക്ഷേപം: വേദാന്ത, ഭൗതികശാസ്ത്രം, ഫിസിക്സ്. ഏകം സത്, ദ വൺ റിയാലിറ്റി, വൺ യൂണിവേഴ്സൽ എനർജി, ക്വാണ്ടം ഫീൽഡ്. ബഹുധാ വദന്തി, കോൾഡ് ബൈ മെനി നെയിംസ്, മാറ്റർ, എനർജി, ഫോഴ്സ്, പാർട്ടിക്കിൾ, വേവ്. ആത്മീയതയും ശാസ്ത്രവും ഒരേ അടിസ്ഥാനപരമായ സത്യത്തെ, അതായത് പ്രപഞ്ചത്തിന്റെ ഏകത്വം, യൂണിറ്റി ഓഫ് ദി യൂണിവേഴ്സ്, വ്യത്യസ്ത ഭാഷകളിൽ വിശദീകരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ജയ് സീതാറാം.